ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നെട്ടയത്തുണ്ട്. ഇന്നലെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. മോർണിംഗ്. നീ ഇതുവരെ ആ പേപ്പർ കളഞ്ഞില്ലേ? പേപ്പറല്ലല്ലോ ഇത്, ചിമൂന. കഴിക്കാനുള്ളതൊക്കെ കഴിഞ്ഞു. ചീമയുടെ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയാം. ചീമ എന്നല്ല എൻ്റെ വീഡിയോ കണ്ടാ? ഏത് വീഡിയോന്ന്? നീ എൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ കാണാറില്ല. ഇതിൽ ഒരു ടാസ്ക് ഉണ്ട്, ഫൈൻഡ് ദ ഡിഫറൻസ്. ഉരട്ടി. യെസ്, ഉരട്ടിക്ക് കോമ്പിനേഷൻ പരിപ്പ് കറി. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഉരട്ടിയും പരിപ്പ് കറി. ടേസ്റ്റി, യമ്മി. പകുതി ഉരട്ടി എടുത്തോളൂ കേട്ടോ, വണ്ണം വയ്ക്കുന്നുണ്ട്, ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. ഒന്ന് കൺട്രോൾ ചെയ്യാന്ന് കരുതി. അത്ര വേദ എന്തോന്ന് പറ. വേദയുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടി ചെയ്യുകയാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതാട്ടോ. നമുക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞ് സ്വന്തമായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് പടിയെന്ന് പറഞ്ഞ് അങ്ങനെ തനിയെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. ലഞ്ചിന് എന്തോന്ന്? ചക്ക, ചോറ്, മീൻകറി, തീയല്, പരിപ്പ് പപ്പടം. ആർക്ക് വേണം അതൊക്കെ അല്ലേടാ? അച്ചാറെല്ലാം ഉണ്ട്. പിന്നെ സച്ചു വരണമെങ്കിൽ മുട്ട ഉണ്ടാക്കും. അതെന്താ സച്ചുവിന് കൊമ്പുണ്ടോ? സച്ചു മീന് കൂട്ടാറില്ല, അതുകൊണ്ട് മുട്ട. പിന്നെ വേണമെന്നുള്ളവർക്ക് ആർക്ക് വേണോ മുട്ട. ഇന്നലെ മുട്ട തീയൽ വെച്ചാൽ മുട്ട ഇനിയും എന്തോന്നാണ് പൊന്നു? കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള സമയമായില്ല. ചക്കയും മീൻകറി ആയപ്പോഴേ ഞാൻ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ചല്ലേ കഴിച്ചുള്ളൂ. വിശപ്പൊന്നുമില്ല, ഒരുതരം ആക്രാന്ത അങ്ങനെ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുന്നതാണ് കേട്ടോ. ചോറൊന്നും കഴിച്ചില്ല, ചക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. ചൂര മീൻകറിയായിരുന്നു. ചൂര മീൻകറിയും ചക്കയും കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ചെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് വേദ റെഡി ആവാണ്. വേദയ്ക്കിന്ന് ഫിഷ് ബോൺ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞു മുടിയിൽ അങ്ങനെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചീമ കേട്ടോണ്ടിരുന്നിട്ട് പറയുന്നത് ഇങ്ങ് വാടാ, ഞാൻ നിനക്ക് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ചീമ കെട്ടിക്കൊടുക്കുകയാണ്. പണ്ടും ചീമയാണ് അവൾക്ക് ഫിഷ് ബോൺ ഒക്കെ കെട്ടിക്കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കെട്ടി അത്രയും നീറ്റായിട്ട് വരില്ല കേട്ടോ. ചീമ നല്ല നീറ്റായിട്ട് അവൾക്ക് കെട്ടിക്കൊടുക്കും. അത് അവൾക്ക് 2 പേർക്ക് സന്തോഷമുള്ള കാര്യമാണ്, കെട്ടാനും കെട്ടിക്കൊടുക്കാനും. എന്നിട്ട് ഞാൻ വേറെ ഡാൻസ് ക്ലാസ്സിന് വിട്ട ശേഷം നേരെ വെട്ടുകാട് ചർച്ചിൽ പോയി. ഇന്ന് അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് വേണ്ടതൊക്കെ ഒരു അലേർട്ട് ഉണ്ടായിരുന്നു, കടൽ തീരത്തൊന്നും പോകാൻ പാടില്ല എന്ന്. അപ്പം നമ്മുടെ വെട്ടുകാട് ചർച്ച് കടൽ തീരത്തിരിക്കുന്നത് കൊണ്ടാവും അധികം തിരക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ ചാല മാർക്കറ്റിൽ പോയി. എന്തിനെന്നോ ഇപ്പോൾ വാങ്ങുന്ന മുളകെല്ലാം ഭയങ്കര എരിവാട്ടോ. ഞാൻ വാങ്ങി പൊടിക്കുകയാണ് ചെയ്യുന്നത്. മുളക് വാങ്ങി കഴുകി ഉണക്കി പൊടിക്കുക കേട്ടോ ചെയ്യുന്നത്. കഴുകിയിട്ടേ എടുക്കത്തുള്ളൂ, ഭയങ്കര അഴുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കഴുകി എടുക്കത്തുള്ളൂ. അപ്പോൾ വാങ്ങുന്ന മുളകെല്ലാം ഭയങ്കര എരിവ്. അപ്പോൾ ഞാൻ കരുതി ചാല മാർക്കറ്റിൽ ചെന്ന്, മാർക്കറ്റിൽ പോയാൽ പല ടൈപ്പിലുള്ള മുളകുകളുണ്ടാവും കേട്ടോ. എരിവുള്ളതും എരിവില്ലാത്തതും കളറുള്ളതും എരിവുള്ളതും ആയിട്ടുള്ളതും കടുക് പൊട്ടിക്കാൻ പ്രത്യേകം, അങ്ങനെ പലതരം മുളകുണ്ടാവും കേട്ടോ. അവിടെ ഒരുപാട് കടകളുണ്ട്. അതിൽ 2-3 കടയിലൊക്കെ കയറി ഞാൻ വില വിവരങ്ങൾ ചോദിച്ചപ്പോൾ കിലോ 680 രൂപ വരെയുള്ള മുളകുണ്ട് കേട്ടോ. അത് ഭയങ്കര കളറാണ്, പക്ഷേ അധികം എരിവുണ്ടാവില്ല. ഭയങ്കര കളറായിരിക്കും കേട്ടോ. ശക്കലിട്ടാൽ മതി. പക്ഷെ അത്രയും കൂടിയ മുളകൊന്നും എനിക്ക് വേണ്ടാന്ന് കരുതി ഞാൻ പിശിക്കുകയല്ലേ, നിങ്ങൾ അങ്ങനെ ഒരു മുദ്ര എനിക്ക് കുത്തി വെച്ചിരിക്കുകയില്ലേ. പിശിക്കായതുകൊണ്ട് സാധാ മുളക് മതിയെന്ന് കരുതി. പക്ഷേ നമ്മുടെ അവിടെ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല കളറുള്ള കാശ്മീരി മുളക്, നമ്മുടെ പിരിയം മുളകുണ്ട് കേട്ടോ. ഈ മുളകാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇവിടെ പിരിയം മുളകും സാധാ മുളകും 220 രൂപ വില പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അതി കളർ കൂടുതലുള്ള പിരിയം മുളകാണ് വാങ്ങിയത്. അപ്പോൾ കളർ കൂടുതൽ ഉണ്ടാകുമ്പോൾ നല്ലൊരു കറിക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ എരിവും കുറവായിരിക്കും പിരിയൻ. ഞാൻ സാധാ മുളകാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. പിരിയനൂടെ മിക്സ് ചെയ്യുമായിരുന്നു. പക്ഷേ എന്നിട്ട് ഭയങ്കര എരിവ്. അതുകൊണ്ട് ഇപ്പോൾ കരുതി പിരിയൻ മുളക് മാത്രം വാങ്ങാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വാങ്ങിയത്. എന്നിട്ട് അങ്കിളുടെ കടയിൽ നിന്ന് ഞാൻ കുറച്ച് സ്പൈസസ് കൂടെ വാങ്ങിച്ചു. ഗ്രാമ്പൂ, പട്ട, സ്റ്റാർ, ഇത് 3 വാങ്ങി കേട്ടോ. ഏലക്ക, കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എപ്പോഴും ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് അതും വാങ്ങി. നമ്മുടെ മുളകും മല്ലിയൊക്കെ വാങ്ങണമായിരുന്നു. മല്ലിയെല്ലാം വാങ്ങി. ഞാൻ അങ്ങനെ ചാല മാർക്കറ്റിൽ വന്ന് വാങ്ങാറില്ല. ഇതിപ്പോൾ ഞാൻ പണ്ടെപ്പോഴോ വന്നപ്പോൾ ഈ മുളകിൻ്റെ ഓർമ്മ ഉള്ളതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ. സ്റ്റാർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത്. ആ എങ്കിൽ നല്ല ലാഭമായിട്ടാണ് തോന്നിയത് കേട്ടോ. നല്ല മറ്റുള്ള കട വെച്ച് നോക്കിയപ്പോൾ നല്ല ലാഭമായിട്ട് തോന്നി കേട്ടോ. നല്ല നമ്മളോട്ട് സംസാരിക്കാനൊക്കെ നല്ല സ്നേഹം കേട്ടോ. എന്നിട്ട് വെള്ളം ദാഹിച്ചിട്ട് വയ്യ, നേരെ ഒരു ജ്യൂസ് ഷോപ്പിലേക്ക്
കയറിയിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസിന് പറഞ്ഞു. പണ്ടാര ജ്യൂസിൽ പൈനാപ്പിളും ഇല്ല ഒന്നുമില്ല കേട്ടോ, വെറും പച്ചവെള്ളമാണ്. ഒരു കഷ്ണം എന്തോ പൈനാപ്പിൾ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. പിന്നെ ആ ദാഹത്തിൻ്റെ ഇതിൽ ഞാനങ്ങ് കുടിച്ചു കേട്ടോ. എന്നിട്ട് നേരെ ഞാൻ വേദയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. അവിടെ വേദയ്ക്ക് കുച്ചിപ്പുടി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഈ മാസം അരങ്ങേറ്റം ഉണ്ടാവും എന്ന് സാറ് പറഞ്ഞു, കൺഫേം പറഞ്ഞിട്ടില്ല. എന്തായാലും അവിടുത്തെ സ്റ്റുഡൻസ് അരങ്ങേറ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദ എത്രത്തോളം കളിക്കുന്നുണ്ടോ അത് നോക്കിയിട്ട് അരങ്ങേറ്റം വേണോ വേണ്ടേ എന്നുള്ളത് സാറ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര പ്രാക്ടീസൊക്കെ നടക്കുകയാണ്. വേദ ആ സൈഡിൽ നിൽക്കുക കേട്ടോ, കണ്ടുകൂടാ. മറ്റുള്ള കുട്ടികളും എല്ലാവരും കൂടെ പ്രാക്ടീസൊക്കെ ചെയ്യുകയാണ്. പിന്നെ അതുപോലെ ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഭയങ്കര ജാട, എൻ്റെ വർത്തമാനത്തിലൊക്കെ ജാട എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനെപ്പോഴും സാധാരണ പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതിൽ ജാട നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ ഒന്ന് പറയുക, ഞാനത് ശ്രദ്ധിക്കാം കേട്ടോ. എന്നിട്ട് വേദയും വിളിച്ചിട്ട് പോയപ്പോൾ ഞാൻ അവൾക്ക് എന്തെങ്കിലും തണുത്തത് വാങ്ങിക്കൊടുക്കണ്ടേ, ഷാർജ വേണോ ഷേക്ക് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ബേൽപൂരി മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും തണുത്തത് എന്തെങ്കിലും വാങ്ങിത്തരാം. അപ്പം നമ്മൾ അരുൺ ഐസ്ക്രീംസിൻ്റെ അതുവഴിയാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഐസ്ക്രീം വാങ്ങിത്തരട്ടെ എന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും കഴിക്കണമായിരുന്നു. ഞാനൊരു കുൽഫിയും അവളൊരു സാൻഡ്വിച്ച് ഐസ്ക്രീമും പിന്നെ ഒരു ബൈറ്റ് ഉണ്ടല്ലോ, അരുണിൻ്റെ ബൈറ്റ്, ആ ഐസ്ക്രീമും എല്ലാം കൂടെ എടുത്തു. ഇപ്പോൾ ഐസ്ക്രീം ഷോപ്സിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പെനിയിൽ കയറി ഐസ്ക്രീം കഴിച്ചിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകാമെന്നാണ് കരുതിയത്. അപ്പോൾ അവിടെ കയറിയിട്ട് നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. പിന്നെ ഞങ്ങളിങ്ങനെ നേരെ തിരിച്ച് വന്നു. എന്നിട്ട് ഞങ്ങൾ അരുണിൽ കയറി ഐസ്ക്രീംസ് എല്ലാം കഴിച്ചു. ആ സാൻഡ്വിച്ച് ഐസ്ക്രീം കൊള്ളില്ല എന്ന് വേദ പറഞ്ഞിട്ട് ഭയങ്കര കയ്പ്പായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കുൽഫി ആട്ടോ എടുത്തത്. അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോലും വേണ്ട. എനിക്ക് ഈ ഐസ്ക്രീംസൊക്കെ ഇങ്ങനെ കടിച്ച് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അത് പല്ലങ്ങനെ അധികം പുളിക്കില്ല. ചിലർക്ക് അങ്ങനെയല്ല, ചൂപ്പി കുടിക്കാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ കടിച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. നോക്കിയാൽ നല്ല തിരക്കുണ്ട്. എന്നിട്ട് വേദ ബേൽപൂരിക്ക് പറഞ്ഞതല്ലേ, വേദയ്ക്കൊരു ബേൽപൂരിയുടെ വാങ്ങി കൊടുക്കാമെന്ന്. ഇത് ഞങ്ങളുടെ തിരുമലയുള്ള ബേൽപൂരി ഷോപ്പിൽ വന്നു ബേൽപൂരി കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇനി വേദ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ രാത്രിയൊന്നും ഒന്നും കഴിക്കത്തില്ല കേട്ടോ. പിന്നെ അവളുടെ ഇഷ്ടമില്ല എന്ന് കരുതിയിട്ട് വാങ്ങിച്ചു. അപ്പോൾ വേദ സേവ് പൂരിയാണ് പറഞ്ഞതെന്ന് പറയുന്നു കേട്ടോ. സേവ് പൂരി ഓർഡർ കൊടുത്ത ശേഷം തൊട്ടപ്പുറത്തെ കടയിൽ വന്നു ഒരു കുപ്പി വെള്ളം വാങ്ങി കേട്ടോ, തണുത്ത വെള്ളം വാങ്ങി. ഐസ്ക്രീം കഴിച്ചു, ജ്യൂസ് കുടിച്ചു, എന്നിട്ടൊന്നും വെള്ളം ദാഹം മാറുന്നില്ല. വേദ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോയി വെള്ളം കുടിച്ചു, എന്നിട്ടൊന്നും മാറുന്നില്ല കേട്ടോ. ഒരു കുപ്പി വെള്ളം വാങ്ങി വീണ്ടും കുറേ കുടിച്ചു. ഐസ്ക്രീം കഴിച്ചപ്പോൾ വീണ്ടും ദാഹം കൂടി. തണുത്ത വെള്ളം കുടിച്ചപ്പോൾ നല്ലൊരാശ്വാസം കേട്ടോ. ഞാനും വേദയും കൂടെ വെള്ളമെല്ലാം കുടിച്ചിട്ട് അവിടെ ചെന്നപ്പോഴേക്കും ഏകദേശം നമ്മുടെ സേവ് പൂരി റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് സ്ഥിരം കഴിക്കുന്ന കേട്ടോ. ഭയങ്കര നീറ്റൊക്കെയാണ്, ഭയങ്കര നല്ല നീറ്റൊക്കെയാണ്. നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാം കേട്ടോ. വർഷങ്ങളായിട്ട് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞാൻ വേദ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മുതൽ, അന്ന് പൂജപ്പുരയായിരുന്നു. ഇപ്പോൾ അവർ പൂജപ്പുര ഉണ്ട് അവർക്ക്. ഇവിടെ നമ്മുടെ തിരുമലയും സ്റ്റാർട്ട് ചെയ്തു. ഒരു 8 വർഷം തിരുമലയും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ വന്നാണ് എപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ സേവ് പൂരി റെഡിയാണ്. വേദ ആക്രാന്തത്തോടെ കഴിക്കുക കേട്ടോ. ചുമ്മാ കേട്ടോ, ആക്രാന്തത്തോടെ ഒന്നുമല്ല കഴിക്കുന്നത്. നമ്മൾ മര്യാദയ്ക്കാണ് കഴിക്കുന്നത്. മര്യാദയ്ക്ക് കഴിച്ചാലും കമൻറ്റ് വരെ ആക്രാന്തത്തോടെ കഴിക്കുന്ന കൊച്ചിനെ വരെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കുറച്ച് വിഷമമുള്ള കാര്യമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.